പ്രധാന വാർത്തകൾ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നതിനിടെ കെ.സി. വേണുഗോപാലിന്റെ അവകാശവാദത്തിൽ അനൌചിത്യമുണ്ടെന്ന് നിരീക്ഷകരോട് മുതിർന്ന നേതാക്കളിൽ ചിലർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടെന്നായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. പാവർട്ടിയിൽ പട്ടാപ്പകൽ വൻ മോഷണം. 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പുളിഞ്ചേരിപ്പടി പുലിക്കോട്ടിൽ ജോമോന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെക്കുറിച്ച് അസാധാരണ വിലയിരുത്തൽ നടത്തുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. സഖാക്കൾക്ക് പാർട്ടി വേദിയിൽ തുറന്നടിക്കാമെന്നും എം.എ. ബേബി. വാർത്തകൾ വിശദമായി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നതിനിടെ കെ.സി. വേണുഗോപാലിന്റെ അവകാശവാദത്തിൽ അനൌചിത്യമുണ്ടെന്ന് നിരീക്ഷകരോട് മുതിർന്ന നേതാക്കളിൽ ചിലർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടെന്നായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. ഇത് നിലനിൽക്കെ ഹൈക്കമാൻഡിന്റെ ഭാഗമായ കെ.സി. വേണുഗോപാൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ അനൌചിത്യമുണ്ടെന്ന് നിരീക്ഷകരോട് ചില മുതിർന്ന നേതാക്കൾ അഭിപ്രായം അറിയിച്ചു. അതിനിടെ കെ.പി.സി.സി ആസ്ഥാനത്ത് ചേർന്ന എംഎൽഎമാരുടെ യോഗം നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ എ.ഐ.സി.സി അധ്യക്ഷനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കി. കേന്ദ്ര നിരീക്ഷകരായ മുകുൾ വാസ്നിക്കിനെയും അജയ് മാക്കന്റെയും സാന്നിധ്യത്തിൽ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പിന്താങ്ങി. അതേസമയം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന വി.ഡി. സതീശൻ നിലപാട് കടുപ്പിച്ചു. ഇക്കാര്യം രാവിലെ താജ് ഹോട്ടലിൽ എത്തി അദ്ദേഹം കേന്ദ്ര നിരീക്ഷകരെ അറിയിച്ചു. എംഎൽഎമാരുടെ എണ്ണം എന്ന സാങ്കേതിക മാനദണ്ഡം മാത്രം നോക്കരുതെന്നും സതീശൻ അറിയിച്ചു. പാവർട്ടിയിൽ പട്ടാപ്പകൽ വൻ മോഷണം. പുളിഞ്ചേരിപ്പടിയിൽ വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പുളിഞ്ചേരിപ്പടി പുലിക്കോട്ടിൽ ജോമോന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു സംഭവം. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ജോമോനും ഭാര്യയും ജോലിക്ക് പുറത്തുപോയതായിരുന്നു. വൈകിട്ട് 5 മണിയോടെ ഇവർ തിരികെ എത്തിയപ്പോഴാണ് വീടിന്റെ പിൻവാതിൽ തകർക്കപ്പെട്ട നിലയിൽ കണ്ടത്. തുടർന്ന് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. വീടിനുള്ളിലെ സ്റ്റീൽ അലമാരയിൽ 2 ബോക്സുകളിലായാണ് സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഒരു ബോക്സിലുണ്ടായിരുന്ന മാലയും വളയും ഉൾപ്പെടെ 10 പവനോളം ആഭരണങ്ങളാണ് കവർന്നത്. ഇതിന് സമീപമുണ്ടായിരുന്ന മറ്റൊരു പെട്ടിയിലെ ആഭരണങ്ങൾ മോഷ്ടാവ് തൊട്ടിട്ടില്ല. കവർച്ച വേഗത്തിൽ പൂർത്തിയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാകാം ഒരു ഭാഗത്തെ ആഭരണങ്ങൾ മാത്രം നഷ്ടപ്പെട്ടത് എന്ന് വീട്ടുകാർ കരുതുന്നു. സംഭവത്തെ തുടർന്ന് പാവർട്ടി പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. മോഷണം നടന്ന വീട്ടിൽ ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു. പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെക്കുറിച്ച് അസാധാരണ വിലയിരുത്തൽ നടത്തുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. സഖാക്കൾക്ക് പാർട്ടി വേദിയിൽ തുറന്നടിക്കാം. എല്ലാവരെയും കേട്ട് കാരണം വിലയിരുത്തും. പ്രതിപക്ഷ നേതാവ് മാറണം എന്ന സിപിഐ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയാം എന്ന് അദ്ദേഹം പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. അത്തരം തീരുമാനം എടുത്തിട്ടില്ലെന്നും ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി അറിയിച്ചോ എന്നറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന ചർച്ചയിൽ കാര്യമില്ല. മുൻപ് VS ഉണ്ടായിരുന്നെങ്കിൽ EMS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചർച്ച നടന്നിട്ടുണ്ട്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കരുത്തുണ്ടാകും എന്നതിൽ സംശയമില്ല. പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്മശ്രീ സി ശങ്കരനാരായണ മേനോൻ ഗുരുക്കളുടെ 3ാം അനുസ്മരണ യോഗവും 2ാമത് ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ചാവക്കാട്ട് വല്ലഭട്ട കളരി അങ്കണത്തിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. ഗുരുപത്നി സൗദാമിനിയമ്മ ഭദ്രദീപം തെളിയിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കളരി ഗുരുശ്രേഷ്ഠ പുരസ്കാരം കോച്ചൻ കാർത്തികേയൻ ഗുരുക്കൾക്ക് സമർപ്പിച്ചു. 11,111 രൂപയുടെ ക്യാഷ് അവാർഡും പുരസ്കാരവുമാണ് അദ്ദേഹത്തിന് സമർപ്പിച്ചത്. കളരി ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം P. മോഹൻദാസ് നിർവഹിച്ചു.
ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സി സുമേഷിനെ ഉപഹാരം നൽകി ആദരിച്ചു. 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വല്ലഭട്ട കളരിയിലെ വിജയികളായ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. ഓട്ടൻതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ്, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി യതീന്ദ്രദാസ്, പ്രതിപക്ഷ നേതാവ് സി എ ഗോപപ്രതാപൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സി സുമേഷ്, ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ കളറിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ ജി സത്യപ്രകാശ് ഗുരുക്കൾ, മലയാള മനോരമ ലേഖകൻ കെ സി ശിവദാസ്, അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ, കെ ടി ബാലൻ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. പി മോഹൻദാസ് സ്വാഗതവും ഉണ്ണി ഗുരുക്കളുടെ മകൻ കെ പി കൃഷ്ണദാസ് ഗുരുക്കൾ നന്ദിയും പറഞ്ഞു. ഇപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ധാരാളമായിട്ട് സംസാരിക്കുകയും മാനസികമായി പല കാര്യങ്ങളിലും ഒരേ തരംഗദൈർഘ്യം സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്ന സുഹൃത്തുക്കളിലൊരാൾ ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ വളരെയേറെ ആഴത്തിൽ കയറി പറ്റിയ ഒരു സുഹൃത്താണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ കീഴിൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ കോഴ്സുകളിൽ ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ 1ാം റാങ്കും സ്വർണ്ണ മെഡലും നേടി അർജുൻ സുരേഷ് ബാബു. മുംബൈ ടാറ്റ കൺവെൻഷൻ സെന്റർ ചേംബറിൽ വെച്ച് നടന്ന ചടങ്ങിൽ മെഡൽ ഏറ്റുവാങ്ങി. വടക്കേക്കാട് പഞ്ചായത്ത് 3ാം കല്ല് സ്വദേശി കണക്കഞ്ചേരി സുരേഷ് ബാബുവിന്റെയും ലീന സുരേഷ് ബാബുവിന്റെയും മകനാണ്. ഡോക്ടർ അന്ന സുരേഷ് ബാബു സഹോദരിയാണ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആരോഗ്യ ജാഗ്രത 2026 പരിപാടിയുടെ ഭാഗമായി യോഗം ചേർന്നു. മെയ് 10 മുതൽ 17 വരെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ, സ്ഥാപനങ്ങൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. മെയ് 10 പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും പരിസരവും സ്വന്തം ഉത്തരവാദിത്വത്തിൽ ശുചീകരിക്കും. അതിന്റെ ഫോട്ടോയും മറ്റ് ശുചിത്വ സംവിധാനങ്ങളും പരിശോധിച്ച് ഓരോ വാർഡിൽ നിന്നും 5 വീടുകൾ തെരഞ്ഞെടുത്ത് ഗൃഹശ്രീ അവാർഡ് 18 നടക്കുന്ന പൊതുപരിപാടിയിൽ നൽകി ആദരിക്കും. ആരോഗ്യ ജാഗ്രതാ സെമിനാറുകൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ, വാർഡിലെ തെരഞ്ഞെടുക്കുന്ന 7 പേർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനവും മറ്റും കരിസ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. നിയുക്ത മണലൂർ എം.എൽ.എ. പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി സജീബ് അധ്യക്ഷനാകും. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധ വാക്സിനേഷൻ, ബോധവൽക്കരണ പരിപാടികൾ അങ്കണവാടി കേന്ദ്രീകരിച്ച് നടത്തും. വിദ്യാലയങ്ങളിലെ ഫിറ്റ്നസ്സായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ സുധീബ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി വി തിലകൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ചിന്ത ആമുഖ വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ മാസ്റ്റർ, സഫീറ അസീസ്, സൗമ്യ ധനൻ, സുനിത ഉണ്ണിമോൻ, സൗമ്യ നിമിഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ്, ICDS സൂപ്പർവൈസർ എൻ കെ സുനന്ദി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, ബിജു വി എൽ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പനന്തറ ഉരുളുമ്മൽ വനിതാ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ മുതിർന്ന വനിതകളെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും ആദരിച്ചു. ഉരുളുമ്മൽ മസ്ജിദ് ക്വാർട്ടേഴ്സ് കോമ്പൗണ്ട് വളപ്പിൽ നടത്തിയ പരിപാടി ഉരുളുമ്മൽ ജുമാ മസ്ജിദ് സെക്രട്ടറി ബാപ്പുണ്ണി വാലിയിൽ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം പള്ളി പ്രസിഡന്റായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അബൂബക്കർ തൈപ്പറമ്പിൽ, കൂട്ടായ്മ പൈൻ ആൻഡ് പാലിയേറ്റീവ് കോർഡിനേറ്റർ ഫാത്തിമ അബൂബക്കർ തുടങ്ങി മുതിർന്ന വനിതകളെയുമാണ് ആദരിച്ചത്. ബാൽക്കീസ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി ദിവാകരൻ പനന്തറ, ലൈല മുഹമ്മദ്, വാഹിദ സയ്യിദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. നാലാപാടൻ സ്മാരക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അശോകൻ നാലാപാടിന്റെ 7ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കുന്നത്തൂർമന ആയുർവേദ റിസോർട്ടിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹസൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ടി പി ഉണ്ണി അധ്യക്ഷത വഹിച്ചു. പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലൻ, പ്രവാസി മലയാളി അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നേർകുളം, ചാവക്കാട് ബ്ലോക്ക് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, ഉമ്മർ അറക്കൽ, ചോ മുഹമ്മദ് ഉണ്ണി, ഐ കെ സച്ചിദാനന്ദൻ, കെ എ ജോസ്, അനിത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. സമിതി സെക്രട്ടറി എ കെ സതീഷ് കുമാർ സ്വാഗതവും വർക്കിംഗ് പ്രസിഡന്റ് കെ സക്കറിയ നന്ദിയും പറഞ്ഞു. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ
ശ്രീ നന്ദികേശ്വര പ്രതിഷ്ഠ പരിഹാര കലശ മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് പ്രസാദ ശുദ്ധി, ഗണപതി പൂജ, വാസ്തുഹോമം, വാസ്തുകലശം എന്നിവയുണ്ടാകും. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ശുദ്ധിധാര, പഞ്ചഗവ്യം, 25 കലശപൂജകൾ, കലശമാടലും നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം ഭക്തി പ്രഭാഷണവും ഉണ്ടാകും. അച്ഛൻ തോറ്റാലും മകൻ കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റി. കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തുണി കെട്ടിപ്പൊതിഞ്ഞ് തട്ടിക്കളിക്കുന്ന ഒരു കൂട്ടം കുട്ടികളെ കണ്ട സ്ഥാനാർത്ഥിയുടെ മകൻ കണ്ണൻ ഫുട്ബോൾ വാങ്ങി നൽകാമെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് പരുവക്കുന്ന് വാർഡ് മെമ്പർ ജാസ്മിൻ ഹസൈനാർ കുട്ടികൾക്ക് ഫുട്ബോൾ കൈമാറി. ചടങ്ങിൽ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസ്, ബ്ലോക്ക് സെക്രട്ടറി CK സുലൈമാൻ, ബൂത്ത് പ്രസിഡന്റ് ഹസൈനാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഷാഹിദ, ചുങ്കത്ത് മൈമുണ്ണി, മുസ്തഫ വെള്ളിയാട്ടിൽ എന്നിവർ പങ്കെടുത്തു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ അരവിന്ദാക്ഷൻ, ജ്യോതിപ്രകാശ് എന്നിവരെ പെരുമണ്ണൂർ PFA ക്ലബ്ബ് ആദരിച്ചു. ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 30ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 4ാം ദിവസത്തെ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് നടന്ന ചടങ്ങിൽ വെച്ചാണ് അരവിന്ദാക്ഷനെയും ജ്യോതിപ്രകാശിനെയും പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ ബാലൻ, മോനു, സുജീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് AV സുരേഷ്, സെക്രട്ടറി കേശവദാസ്, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നതിനിടെ KC വേണുഗോപാലിന്റെ അവകാശവാദത്തിൽ അനൌചിത്യമുണ്ടെന്ന നിരീക്ഷകരോട് മുതിർന്ന നേതാക്കളിൽ ചിലർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടെന്നായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. പാവർട്ടിയിൽ പട്ടാപ്പകൽ വൻ മോഷണം, 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പുളിഞ്ചേരിപ്പടി പുലിക്കോട്ടിൽ ജോമോന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെക്കുറിച്ച് അസാധാരണ വിലയിരുത്തൽ നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സഖാക്കൾക്ക് പാർട്ടി വേദിയിൽ തുറന്നടിക്കാമെന്നും MA ബേബി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.